അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒന്നും ശുഭകരമല്ല. തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തീ തടയാൻ വേണ്ടിയിട്ട് അവർ വർഷങ്ങളായി പല രൂപത്തിൽ പ്രതിരോധിക്കുന്നുണ്ട്. അവരുടെ വീട് നിർമ്മാണത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരം ഏരിയകളിലെ വീട് നിർമ്മിക്കുമ്പം ഈ തീനെ പ്രതിരോധിക്കാനുള്ള സിസ്റ്റം അവർ വെക്കുന്നുണ്ട്. വർഷം തോറും 4 ബില്യൺ ബഡ്ജറ്റാണ് ഇത്തരം വൈൽഡ് ഫയർ തടയാനുള്ള വൈൽഡ് ഫയർ ഡിപ്പാർട്ട്മെന്റിന് അവർ കൊടുക്കുന്നത്. ഇത്തരം തീനെ തടയാൻ അവർക്ക് പ്രത്യേക ബിൽഡിംഗ് കോഡ് വരെ ഉണ്ട്. ഇങ്ങനെ ആ രാജ്യം എല്ലാ രൂപത്തിലും ഇത്തരം വൈൽഡ് ഫയറിനെ തടയാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അതിന് മുകളിലൊരു മറ്റൊരു പ്ലാനർ ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ പ്ലാൻ ചെയ്യുന്നു, അള്ളാഹും പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അള്ളാഹു ആണ് ഏറ്റവും വലിയ പ്ലാനർ. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഇതുവരെ സ്വസ്ഥമായി ജീവിച്ചിരുന്ന വീടുകൾ തകർന്നു വീണ് തീ കൊണ്ട് ഞെരിഞ്ഞമർന്നപ്പോൾ അതിനുവേണ്ടി എല്ലാ ഫണ്ടും വെള്ളവും കൊടുത്ത ഒരു രാജ്യത്തിന് ഈ ഒരു ഗതി വരും എന്ന് ആരും ചിന്തിച്ചില്ല. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സംഗതികൾ വരാതിരിക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അവർ പ്ലാനിങ് തുടങ്ങി. അതിനുവേണ്ടിയുള്ള ഫണ്ട് ചെലവാക്കി, അതിനുവേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. ഓരോ പൗരനും വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഗൈഡ് ലൈനുകൾ കൊടുത്തു. എന്നിട്ടും എല്ലാ നിയന്ത്രണങ്ങളുണ്ടായിട്ടും പ്രതിരോധങ്ങളുണ്ടായിട്ടും അമേരിക്ക കത്തുകയാണ്. ചിന്തിക്കുന്നവർക്ക് ഇപ്പോഴും ദൃഷ്ടാന്തങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും.